ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഡേയ്സ് ഓഫ് റിപ്രേഷൻ ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡേയ്സ് ഓഫ് റിപ്രേഷൻ എന്തിനാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു ശുശ്രൂഷ സ്വർഗം നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നൽകിയിരിക്കുന്ന ഈ ഒരു ശുശ്രൂഷയുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപമുയരേണ്ട നാളുകളാണിത്. ലോകത്തിലും സഭയിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ അവിശ്വസ്തതകള്, അശുദ്ധികള്, ദൈവനിഷേധം, ദൈവദൂഷണം, വിശ്വാസത്യാഗം, പല വിധത്തിലുള്ള ദൈവനിന്ദാപരമായ പ്രവൃത്തി ദോഷങ്ങൾ, ഇതെല്ലാം ഇന്ന് ഒരുപാട് നമ്മുടെ കർത്താവിനെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ ഹൃദയം ഒത്തിരിയേറെ ഇന്ന് വേദനിക്കുകയാണ്. ഈ തപസ് നാളുകളിൽ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപം ഉയരുവാനായി സ്വർഗം ആഗ്രഹിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 39:12 ഇപ്രകാരം ദൈവത്തിന്റെ വചനം പറയുകയാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ, എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ. ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ. ശ്രദ്ധിക്കുക. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് നിലവിളിയോടെ പ്രാർത്ഥന ഉയരേണ്ട നാളുകളാണിത്. ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ കർത്താവേ, അങ്ങ് പ്രവർത്തിക്കാതിരിക്കരുതേ, അങ്ങ് അടങ്ങിയിരിക്കരുതേ. സങ്കീർത്തകന്റെ ഹൃദയ തകർച്ചയോടുകൂടിയ നിലവിളിയാണ്. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകളെ പ്രതി, കർത്താവിനാൽ വിളിക്കപ്പെട്ടവരുടെ അനാസ്ഥകളെ പ്രതി, ലോകത്തിൽ വ്യാപകമായി നടമാടുന്ന ദൈവനിഷേധവും ദൈവദൂഷണത്തെ പ്രതി നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മ നമ്മളെ വിളിക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മിൽ നിന്ന് വിലാപമുയരുമ്പോൾ, കർത്താവ് എന്താണ് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നു. എന്താണ് വചനം പറയുന്നത്? എന്നാൽ ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്കൊരു വിമോചകനെ നൽകി. എന്റെ സഹോദരങ്ങളെ, ഇത് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. നമ്മളെല്ലാവരും ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കണം. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാനില്ല. ലോകത്തിന്റെ വ്യഗ്രതകളിൽപ്പെട്ട് സ്വർഗം തരുന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകരുത്. ദൈവത്തിന്റെ വചനം നമ്മോട് പ്രഖ്യാപിക്കുകയാണ്, കർത്താവിന്റെ ജനം നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അവർക്കൊരു വിമോചകനെ നൽകി. സഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർ കൃപയിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി, നശിക്കുന്ന കുടുംബങ്ങൾ പുനഃസ്ഥാപിതമാകാൻ വേണ്ടി, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളിൽ സത്യവിശ്വാസത്തിന്റെ അഗ്നി കത്തി ജ്വലിക്കുവാൻ വേണ്ടി, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനാവശ്യമായ പ്രവർത്തികൾ കർത്താവ് ചെയ്യും.
അവിടുന്ന് അവർക്ക് വിമോചകനെ നൽകി. അങ്ങനെ തന്നെ ജനത്തെ വീണ്ടെടുക്കുകയാണ്. നമുക്ക് ഈ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വലിയൊരു വചന ശുശ്രൂഷയേക്കാൾ ഉപരി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എൻ്റെ ബഹുമാനപ്പെട്ട വന്യവൈദികരെ, എൻ്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, എൻ്റെ അൽമായ പ്രേക്ഷിതരെ, എൻ്റെ കുടുംബസ്ഥരെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് നമ്മൾ. നമ്മിൽ നിന്ന് വിലാപമുയരണം. നമ്മിൽ നിന്ന് നിലവിളിയോടുകൂടിയ പ്രാർത്ഥനകൾ ഉയരണം. അനുതാപ ഹൃദയത്തോടെ സ്വയം വിനീതരായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ അവിശ്വസ്തതകളെ പ്രതി കർത്താവിനോട് മാപ്പ് ചോദിച്ച് ഹൃദയത്തകർച്ചയോടെ പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത്. അതാണ് വചനം ആവർത്തിച്ച് പറയുന്നത്. കർത്താവേ, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് പ്രവർത്തിക്കാതിരിക്കരുതേ. നമ്മുടെ നിലവിളിക്ക് ഉത്തരമുണ്ട്. നമ്മുടെ നിലവിളിയിൽ വീണ്ടെടുപ്പുണ്ട്. നമ്മുടെ നിലവിളിയിൽ ഡെലിവറൻസ് ഉണ്ട്. നമ്മുടെ നിലവിളിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളുണ്ട്. ഈ സത്യം മനസ്സിലാക്കി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ, ഈ വിലാപ നാളുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. സാധിക്കുന്നവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സഹോദരങ്ങൾ കരങ്ങളൊന്ന് അല്പം തുറന്നു പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ യാചനാപുരം തുറന്നു പിടിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങട്ടെ. ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ ആലോചന നമ്മിൽ വെളിപ്പെടട്ടെ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി, ഈ നാളുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി, തെരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവിക പദ്ധതിയോടെ സഹകരിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഹൃദയ തകർച്ചയോടെ നിലവിളിക്കുക. വിലാപം ആചരിക്കുക. പ്രാശ്ചിത്തം ചെയ്യുക. പാപങ്ങളെ പ്രതി പരിഹാരം ചെയ്യുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മൾ ഉണർത്തട്ടെ. പരിശുദ്ധാത്മ നമ്മൾ പ്രചോദിപ്പിക്കട്ടെ. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങൾ തുറന്നു പിടിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിയാൻ ദൈവിക ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. നിലവിളിയോടെ പ്രാർത്ഥിക്കുക. ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിക്കുക. അനുതപിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ കൃപ തരണമേ. അനുതാപത്തിന് ആത്മാവിനെ നൽകണമേ. പരിത്യാഗത്തിന്റെ അരൂപിയെ നൽകണമേ. പരിഹാര പ്രാശ്ചിത്തത്തിന്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ പകരണമേ, കൃപ പകരണമേ. പരിഹാരത്തിന്റെ നാളുകളിൽ, വിലാപത്തിന്റെ നാളുകളിൽ, നിലവിളിയോടെ പ്രാർത്ഥിക്കേണ്ട നാളുകളിൽ കർത്താവേ കൃപ തരണമേ. അഭിഷേകം തരണമേ. ശക്തി തരണമേ. നവമായ ചൈതന്യം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകാരൂപിയിൽ നിന്ന്, സുഖാരൂപിയിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. കർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിലവിളിക്കുക. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക. അനുതപിച്ച് പ്രാർത്ഥിക്കുക. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. വിലാപത്തോടെ നിലവിളിക്കുക. നമ്മൾ കരങ്ങൾ അടിച്ച് വലിയ ഉണർവോടെ പാടി പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ. സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ. സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ.
സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ കൃപ തരണമേ, കാറ്റിവിടെ കൃപ തരണമേ, അടിച്ചിടട്ടെ. കൃപ തരണമേ. സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. പാപബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം കരഞ്ഞിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. കൃപ തരണമേ, കൃപ തരണമേ. വിലാപത്തിന്റെ നാളുകളിൽ, പരിഹാര പ്രവൃത്തിയുടെ നാളുകളിൽ, അനുതാപത്തിന്റെ നാളുകളിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ കൃപ തരണമേ. സഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകളെ പ്രതി നിലവിളിച്ച് പ്രാർത്ഥിക്കാം. കൃപ തരണമേ ഈശോയേ. പെയ്തിടട്ടെ, ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ആമേൻ. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. കർത്താവേ, അഭിഷേകത്തിന്റെ തീ ഞങ്ങൾക്ക് തരണമേ, ഉണർവിന്റെ തീ തരണമേ. ആത്മീയ മന്ദതയിൽ നിന്ന്, മന്ദോഷതയിൽ നിന്ന്, ആത്മീയ നിസ്സംഗതയിൽ നിന്ന്, എല്ലാവിധ നിഷ്ക്രിയത്വത്തിൽ നിന്നും കർത്താവെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ഉണർവിന്റെ തീ തരണമേ. ഉണർവോടെ പ്രാർത്ഥിക്കുക, വിലാപം ആചരിച്ചു പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, അനുദപിച്ച് പ്രാർത്ഥിക്കുക. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ലോകത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി കർത്താവേ പ്രാർത്ഥിക്കുവാൻ കൃപ ചെയ്യണമേ. കരമുയർത്തി ഒന്നിച്ച് സ്തുതിക്കുന്നു ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. അഭിഷേകം നിറയട്ടെ, നിറയട്ടെ. ദൈവശക്തി നിറയട്ടെ, ദൈവശക്തി നിറയട്ടെ. എല്ലാ കെട്ടുകളും അടിയട്ടെ, എല്ലാ മുഖങ്ങളും മുടിയട്ടെ, എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ. അനുതാപത്തിന് അഭിഷേകം തരണമേ, പരിഹാര പ്രാർത്ഥനയുടെ അഭിഷേകം തരണമേ. വിലാപത്തോടെ കരമുയർത്തുവാൻ കൃപ തരണമേ. ഈശോയെ, 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 ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മ മാതാവേ, സഭയുടെ അമ്മേ, വിലാപത്തിന്റെ നാളുകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, തിരുസഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പിതാവേ, സകല വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഡേയ്സ് ഓഫ് റിപ്പറേഷൻ. എന്തിനാണ് ഈ ശുശ്രൂഷ ഈ നാളുകളിൽ സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്നത്? നമ്മൾ ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഇത് വലിയൊരു വചന ശുശ്രൂഷ പരമ്പരയല്ല. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന്, കർത്താവ് വിളിച്ച് ചേർത്തവരിൽ നിന്ന് വിലാപം ഉയരേണ്ട നാളുകളാണിത്. അനുദപിച്ച് ചെയ്തുപോയ സകല പാപങ്ങളെ പ്രതി, നമ്മുടെ അവിശ്വസ്തതകള്, നമ്മുടെ അശുദ്ധികള്, വിശ്വാസരാഹിത്യം, നമ്മുടെ ആത്മീയ മന്ദോഷ്ടത, നമ്മുടെ അഹങ്കാരം, അനുസരണക്കേട്, നിരന്തരമായിട്ടുള്ള ദൈവനിന്ദാപരമായ പ്രവൃത്തി ദോഷങ്ങൾ, ഇതിനെല്ലാം പ്രതി കർത്താവിൻ്റെ സന്നിധിയിൽ വിലാപമാചരിച്ച് ചങ്ക് പൊട്ടി
നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ദിനങ്ങൾ. നമുക്കറിയാം, പരിശുദ്ധ അമ്മ മാതാവ് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെടുന്നുവോ ആ സന്ദേശങ്ങളിലെല്ലാം ഉള്ളടക്കം എന്താണ്? പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം. ഇത് വെറുമൊരു നേരം പോക്കല്ല. സ്വർഗം ഈ സന്ദേശങ്ങൾ എന്തിനാണ് നമുക്ക് തരുന്നത്? നമ്മൾ ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കാനാണ്. ഈ ലോകത്തോടൊപ്പം നമ്മൾ നശിച്ചു പോകാതിരിക്കാനാണ്. ആവർത്തിച്ച് ദൈവത്തിൻ്റെ റൂഹ നമ്മോട് പറയുന്നത്, പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം ചെയ്യുക, പരിഹാരമനുഷ്ഠിച്ച് നിങ്ങൾ നിലവിളിക്കുക. എൻ്റെ സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവചനം 2-ാം അധ്യായം 9-10 വചനങ്ങളിൽ ഈ വിലാപത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രവാചകന കർത്താവ് ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ നോക്കി, അതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളും. ഈ ലേഖന ചുരുളിൽ എന്താണ് പ്രവാചകൻ കാണുന്നത്? അവനത് എൻ്റെ മുൻപിൽ വിടർത്തി. അതിന്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകനായ എസെക്കിയേൽ തന്റെ പ്രവാചക ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് കർത്താവ് എസെക്കിയേലിനോട് നൽകുന്ന നിർദ്ദേശമാണ്. എസെക്കിയേൽ പ്രവചനാത്മാവിൽ കാണുകയാണ്, കർത്താവിന്റെ സന്നിധിയിൽ വിലാപത്തിന്റെയും പരിദേവനങ്ങളുടെയും പ്രാർത്ഥനകൾ ഉയരേണ്ടതിൻ്റെ പ്രാധാന്യം തന്നെ പ്രവാചകന കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു ചൈതന്യത്തിലേക്ക് തിരിയേണ്ട സമയമായി. വചനപ്രഘോഷണവും ആത്മീയ ശുശ്രൂഷകളും രോഗശാന്തികളും അത്ഭുതങ്ങളും ദൈവപ്രവൃത്തിയുടെ പ്രകടമായ വെളിപ്പെടലുകളെല്ലാം നമുക്ക് വളരെ വളരെ ആവശ്യമാണ്. എന്നാൽ ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ജഡപാപങ്ങൾ, വഴിവിട്ട ലൈംഗികമായ അരാജകത്വങ്ങൾ, വിശ്വാസത്യാഗം, കുടുംബങ്ങളിലെ തകർച്ചകൾ, നിസ്സാര കാര്യങ്ങളെ പ്രതിയുള്ള വിവാഹ മോചനങ്ങൾ, ബന്ധങ്ങളിലെ വിള്ളലുകൾ, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ സംഭവിക്കുന്ന അവിശ്വസ്തതകൾ, ഇന്നു വേണ്ട നീണ്ടു പോവുകയാണ് അതിൻ്റെ പട്ടിക. ഈ ഒരു സമയത്ത് നമ്മിൽ നിന്ന് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? സഹോദരങ്ങളെ, കർത്താവിൻ്റെ മനസ്സറിയാതെ നമ്മൾ പോകരുത്. ഈ ജീവിതത്തിന് വ്യഗ്രതകളിൽപ്പെട്ട് നമുക്കെല്ലാവർക്കും ഒത്തിരി തിരക്കുകളുണ്ട്. ആർക്ക തിരക്കില്ലാത്തത്? LKG പഠിക്കുന്ന കുഞ്ഞിന് വരെ തിരക്കുണ്ട്. തിരക്കില്ലാത്ത ആരും തന്നെ ഇല്ല. എന്നാൽ നമ്മൾ പ്രയോറിറ്റി റീസെറ്റ് ചെയ്യേണ്ട സമയമാണിത്. ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻഗണന കൊടുത്ത് പോകേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പലരും പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള നല്ല ചിന്തകളുണ്ട്, എന്നാൽ സാധിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, തൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ എന്താ നമ്മോട് പറയുന്നത്? ഇത് വിലാപങ്ങളും പരിദേവനങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തേണ്ട കാലമാണിത്. മറ്റെന്തിനേക്കാളും ഉപരി ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ ജനം, തെരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മൾ ഓരോരുത്തരും ഈ കൃപയിലേക്ക് വരണം. എൻ്റെ സഹോദരങ്ങളെ, ജോയേൽ പ്രവചനം 2:12 ഇത് തന്നെ കർത്താവ് ആവർത്തിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവരെ നോക്കി എന്താ കർത്താവ് പറയുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും. ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ആ വചനം ഒന്ന് പറഞ്ഞ എല്ലാവരും, ഇപ്പോഴെങ്കിലും. ഒരല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞ്, ഇപ്പോഴെങ്കിലും. ഇപ്പോഴെങ്കിലും. എന്തിനാ കർത്താവ് ഇപ്പോഴെങ്കിലും എന്ന് പറയുന്നത്?
ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് സഭയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ മനസ്സ് കലുഷിതമാകുന്ന വിധത്തിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമാറ് പലപ്പോഴും അനേകരുടെ വിശ്വാസം ആടി ഉലയുമാറുള്ള അനേകം കാര്യങ്ങളാണ് ഇന്ന് പൊതുസമൂഹത്തിലും സഭയിലും ലോകത്തിലെല്ലാം നമ്മൾ ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, ഈ സമയത്തിലെങ്കിലും ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇതൊന്നും അവിചാരിതങ്ങളല്ല. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും ശ്രദ്ധിച്ച്, വിലാപത്തോടും, കർത്താവ് പറയും വിലാപത്തോടും നെടുവീർപ്പോടും ഇത് വിലപിക്കുവാനുള്ള സമയമാണ്. ലോകത്തിന്റെ കാര്യങ്ങളെ പ്രതിയല്ല, നമുക്ക് വേണ്ട ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നശിക്കുന്ന ആത്മാക്കളെ പ്രതി, തളർന്നുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിനാൽ വിളിക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകളും അനാസ്ഥകളും അവരുടെ ആത്മീയ മന്ദതയും പ്രതി കർത്താവ് പറയാണ്, നിങ്ങൾ വിലാപത്തോടും ഉപവാസത്തോടും നെടുവീർപ്പോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപ ഹൃദയത്തോടെ കർത്താവ് പറയുന്നത്, റിപ്പന്റ്, അനുതപിക്കുക. ചെയ്തുപോയ സകല പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് നിലവിളിയോടെ പ്രാർത്ഥിക്കുക. എന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. എങ്ങനെയാ തിരിച്ചു വരേണ്ടത്? ലാഘവമായി നിസ്സാരമായിട്ടല്ല സഹോദരങ്ങളെ, വിലാപത്തോടും കണ്ണുനീരോടും ഉപവാസത്തോടും കൂടെ നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണം. എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത? ഞാൻ ആ വചനഭാഗം എൻ്റെ ശ്രദ്ധയിൽ കർത്താവ് പെടുത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ദാനിയേൽ പ്രവചനം 8:23. നിങ്ങൾ എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച് വചനം വായിക്കണം. ദാനിയേൽ പ്രവചനം 8:23 എന്താണ് കർത്താവിന്റെ ആത്മാവ് പറയുന്നത്? അവരുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം പ്രാപിക്കും. നമ്മൾ ഇന്ന് ലോകത്തിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പാപത്തിന്റെ മ്ലേച്ഛതകള്, ജഡീകമായ സുഖലോലുപതയുടെ വിവിധങ്ങളായിട്ടുള്ള പാപപ്രവർത്തികള്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അശുദ്ധികളും തിന്മകളും എല്ലാവിധത്തിലുള്ള മ്ലേച്ഛതകളും അവിശ്വാസവും അഹന്തയും എന്നു വേണ്ട, നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം പാപം അതിന്റെ പൂർണ്ണ രൂപം പ്രാപിച്ചിരിക്കുന്ന നാളുകളിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വചനം ശ്രദ്ധിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് ആ വചനം എന്താ പറയുന്നത്? പാപികളുടെ പാപങ്ങൾ, അതിക്രമം, ഈ ലോകത്തിന്റെ അതിക്രമങ്ങളും ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകളും പാപകരമായ സകലവിധ മ്ലേച്ഛതകളും അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ, സഹോദരങ്ങളെ, അത് പൂർണ്ണ രൂപം പ്രാപിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ എന്താ സംഭവിക്കേണ്ടത്? നമ്മുടെ കൊച്ചു കേരളത്തിലോട്ട് നോക്കി, എന്തുമാത്രം നമ്മുടെ ഈ ദേശം ദുഷിച്ചു പോയി. സ്നേഹമില്ല, വർഗീയത, അക്രമങ്ങള്, അനീതികള്, കഞ്ചാവ്, മയക്കമരുന്ന്, വഴിവിട്ട ലൈംഗിക മ്ലേച്ഛതകള്, കുടുംബങ്ങളുടെ തകർച്ചകള്, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്ന സഹോദരൻ. പലപ്പോഴും ചില വാർത്തകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് വേദനിക്കുകയും ഒരുപാട് സങ്കടപ്പെടുകയാണ്. അതാ വചനം പറയുന്നത്, പാപികളുടെ പാപം അതിന്റെ പൂർണ്ണ രൂപം
പ്രാപിക്കുന്നൊരു കാലഘട്ടം. ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്തുവാനും ഇങ്ങനെയുള്ള ഈ ലോകത്തെ വീണ്ടെടുക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഇപ്രകാരം ഒരു ലോകത്തിലെ കർത്താവിൻ്റെ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഭയിലും പലവിധത്തിലുള്ള അസ്വസ്ഥതകള്, പ്രശ്നങ്ങള്, സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രതിബന്ധങ്ങള്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെയെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നവീകരണം സഭയിലും സംഭവിക്കണമെങ്കിൽ അവിടെയാണ് ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഭവിക്കണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപമുയരണം. നമ്മൾ അനുതപിക്കണം. ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്ത് നടമാടുന്ന സകലവിധ മ്ലേച്ഛതകളെ പ്രതി, കർത്താവിനാൽ വിളിക്കപ്പെട്ടവരുടെ അനാസ്ഥകളും നിസ്സംഗതയും നിഷ്ക്രിയത്വവും ആത്മീയ മന്ദതയും അവിശ്വസ്തതയും പ്രതി നമ്മൾ അനുതപിച്ച് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾ വിലാപത്തോടെ നിലവിളിക്കുമ്പോൾ കർത്താവിന്റെ ക്രോധം കരുണയായി മാറ്റപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സഭയ്ക്ക് ഇന്ന് ആവശ്യം. ഇതാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് ആവശ്യം. ഇതാണ് സഹോദരങ്ങളെ ഓരോ ആത്മാവിനും ആവശ്യമായിരിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥനയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-6 വചനങ്ങളിൽ ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ച മനുഷ്യനെ നോക്കി എന്താ പറയുന്നത്? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. ഇത് നോഹയുടെ കാലത്തെ ഉള്ള ഒരു അവസ്ഥയെ കുറിച്ച് കർത്താവ് പറയുന്നത്. ഇന്ന് അതിനേക്കാളും വഷളത്വങ്ങളും മ്ലേച്ഛതകളും അതുപോലെ വർദ്ധിച്ചു കഴിഞ്ഞു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടതയും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. 6-ാം വചനം പറയാണ്, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ ഒരുപാട് ദുഃഖിപ്പിച്ചു. ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ നോക്കി കർത്താവ് വലിയ നിലവിളിയോടെ കർത്താവ് തീവ്രമായ ദുഃഖത്താൽ വേദനിക്കുകയാണ്. തന്റെ സഭയെ നോക്കി കർത്താവ് വേദനിക്കുന്നു. ഒത്തിരി താൻ തെരഞ്ഞെടുത്തവരെ പ്രതി ഒരുപാട് കർത്താവിന്റെ ഹൃദയം ഇന്ന് സങ്കടപ്പെടുന്നു. നമ്മുടെ നിസ്സംഗത, നമ്മുടെ അനാസ്ഥ, നമ്മുടെ അവിശ്വസ്തത, നമ്മുടെ അശുദ്ധമായ ജീവിതം, ആത്മീയ കാര്യങ്ങളോടുള്ള നമ്മുടെ ശുഷ്കാന്തിയില്ലായ്മ, മുൻഗണന കൊടുക്കേണ്ട പല കാര്യങ്ങളെയും നമ്മൾ അവഗണിക്കുന്നു. മറ്റു പലതിലേക്ക് നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോകുന്നു. ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. നോഹയുടെ നാളുകളിൽ ദൈവമായ കർത്താവ് പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും ദുഷിച്ചുപോയി, കറപ്റ്റഡായി. അതിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ അവസ്ഥയ്ക്ക് പരിഹാരം ചെയ്യുവാൻ ഇവിടെ കർത്താവിന്റെ ശക്തി ഇറങ്ങി വന്ന് ലോകത്തെ സഭയെ വിശുദ്ധീകരിക്കുന്ന ആ നവീകരണത്തിന്റെ ചൈതന്യം വ്യാപരിക്കുവാൻ, അതിനുവേണ്ടി വിലാപം ആചരിച്ച് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ളവരെ, അതിനായി ത്യാഗമെടുക്കുവാൻ സന്നദ്ധതയുള്ളവരെ, ഈ പാപങ്ങളെ പ്രതി പരിഹാരം ചെയ്ത് വില കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തീരുമാനമുള്ളവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് പലരും ചോദിച്ചു, സഹോദരൻ, എന്തിനാണ് ഈ ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ? ആ വാക്കിന് അർത്ഥം എന്താണ്? ഈ സമയത്ത് എന്തിനാ ഇപ്രകാരം ഒരു ശുശ്രൂഷ ചെയ്യുന്നത്? ഈ നോമ്പ് കാലത്ത്, ഈ തപസ്സ് നാളുകളിൽ ആണിത് ഏറ്റവും അധികം ചെയ്യേണ്ടത്. ഇത് അനുതാപത്തിന്റെയും പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും നാളുകളല്ലേ സഹോദരങ്ങളെ? നമ്മൾ നിലവിളിച്ചില്ലെങ്കിൽ,
നമ്മിൽ നിന്ന് വിലാപം ഉയർന്നില്ലെങ്കിൽ കർത്താവിന് അധികം പേരില്ല, ഒത്തിരിയേറെ പേര് കർത്താവിന് ഇല്ല. യോഹന്നാശ്ലീഹ പറയുന്നുണ്ട്, ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ സ്വാധീന വലയത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മെജോറിറ്റി പിശാച് പിടിച്ചു കഴിഞ്ഞു. സാത്താന്റെ കരങ്ങളിലാണ് മെജോറിറ്റി. ഒരു ചെറിയ അജഗണം മാത്രമേ കർത്താവിനുള്ളൂ, ഒരു ചെറിയ ശേഷിപ്പ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കൃപയുടെ ഒരു അവശിഷ്ട ഭാഗം. യെസ്, ഒരു റെമനന്റ്, ഒരു ശേഷിപ്പ്. ആ കൃപയുടെ അവശിഷ്ട ഭാഗത്തിൽ ഒരുവനും ഒരുവളുമായി ഞാനും നിങ്ങളും എണ്ണപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ കണ്ണുകൾ ഇങ്ങനെ നമ്മളെല്ലാം ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. വിലാപമാചരിക്കുവാൻ, ഈ അവസ്ഥയിൽ നിന്നൊരു വീണ്ടെടുപ്പിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് അനുതപിച്ച് പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. 14 സങ്കീർത്തനം 2 വചനത്തിൽ നമ്മളത് കാണുന്നില്ലേ? Psalms 14:2. സങ്കീർത്തനങ്ങൾ 14:2 എന്താ പറയുന്നത്? കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. കർത്താവ് നോക്കുകയാണ്. ഇങ്ങനെ വിലാപം ആചരിച്ചു പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ളവരെ കർത്താവ് തന്റെ സഭയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. തന്റെ ദമ്പതിമാരിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. തന്റെ വന്യവൈദികരിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. തന്റെ സമർപ്പിതരിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏകാവസ്ഥ ജീവിതം നയിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വിലാപം ആചരിച്ച് അനുതപിച്ച് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള സന്നദ്ധതയുള്ളവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മനസ്സ് നമ്മൾ അറിയണം. ശമത്താട് സുവിശേഷം 24 അധ്യായം 15 മുതൽ 31 വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണുന്ന ആ ഭീകര സംഭവങ്ങളുടെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ പലപ്പോഴും അമ്മമാതാവ് വെളിപ്പെടുത്തിയൊരു സത്യമാണ്, എൻ്റെ മക്കളെ, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും നാളുകളാണ്. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകം നിറവോടെ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും നാളുകളാണ്. യെസ്, ഭീകര ദുരിതങ്ങളുടെ ഭീകര സംഭവങ്ങൾ ലോകത്തിൽ നടമാടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വെളിപാട് പുസ്തകം 24:3 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ കാണുന്ന ആ സൈൻസ് ഓഫ് ടൈംസ്, യുഗാന്ത്യത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിന്റെയും അടയാളങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ കാലത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞു വേണം ജീവിക്കുവാൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇത് മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിനാൽ വിളിക്കപ്പെട്ട നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മിൽ നിന്ന് എന്താണ് ഉയരേണ്ടത്? സഭാപ്രസംഗന്റെ പുസ്തകം 3 അധ്യായം 1-2 വചനങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് സ്ക്രീനിലോട്ട് നോക്കി വായിച്ച്, എൻ്റെ സഹോദരൻ എല്ലാവരും ഒരുമിച്ച് വായിച്ച്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. രണ്ടാമത്തെ വചനം, ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം,
നടാനൊരു കാലം, നട്ടതു പറിക്കാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. 4-ാം വചനത്തിലോട്ട് വന്ന് എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. എന്നാൽ ഈ കാലം എന്തിനുള്ള സമയമാണ്? ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 4-ാമത്തെ വചനം എല്ലാവരും ശ്രദ്ധയോടെ വായിച്ച്. കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, ചിരിക്കാനൊരു കാലം, വിലപിക്കാനൊരു കാലം, ശ്രദ്ധിക്കണമേ, വിലപിക്കാനൊരു കാലം. നൃത്തം ചെയ്യാനൊരു കാലം. കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുതേ, നമ്മൾ അറിയാതെ പോകരുതേ, നമ്മൾ ഈ ദൈവിക ദൂത് അവഗണിച്ച് കളയരുതേ, കർത്താവിന്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുതേ. വിലപിക്കാനൊരു കാലം, ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ, വിലപിക്കുവാനൊരു കാലം. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? വിലപിക്കാനൊരു കാലം, വിലപിക്കാനൊരു കാലം. ആ ഒരു കാലത്തിലാണ് നമ്മൾ. ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, കർത്താവിന്റെ സഭയുടെ നവീകരണത്തിനും ശക്തീകരണത്തിനും വേണ്ടി നശിക്കുന്ന ഓരാത്മാവിനെയും നിത്യജീവനായി നേടുവാൻ വേണ്ടി വിലപിക്കുവാനുള്ള കാലമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപമുയരേണ്ട നാളുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വിലാപത്തോടെ അനുദപിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ കർത്താവ് ചില അധികാരങ്ങളും അതിസ്വാഭാവിക കൃപകളും നൽകും. ഞാൻ വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ, നിങ്ങൾ ഇതിനർത്ഥം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ചില ആത്മീയ അധികാരങ്ങളും പരിശുദ്ധാത്മാവ് നൽകുന്ന അതിസ്വാഭാവിക കൃപകളും കർത്താവ് അപ്രകാരമുള്ള ആത്മാക്കളിലേക്ക് പകരും. കർത്താവിന്റെ മനസ്സറിഞ്ഞ് വിലാപത്തോടെ അനുദപിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന അധികാരവും കൃപയും എന്താണ്? എസെക്കിയേൽ പ്രവചനം 9-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. എല്ലാവരും ഒരുമിച്ച് വചനം വായിച്ച്. വളരെ വളരെ പ്രാധാന്യമുള്ള വചനങ്ങളാ പരിശുദ്ധ റൂഹ വെളിപ്പെടുത്തി തരുന്നത്. ഒരുമിച്ച് വായിച്ച്. ജെറുസലേം കർത്താവ് തന്നെ ദൂതനോട് പറയാ, ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക. ആ നഗരത്തിൽ നടമാടുന്ന പട്ടണത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെയോർത്ത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെയോർത്ത്. അത് ദൈവനിഷേധമാകാം, ദൈവദൂഷണമാകാം, വ്യഭിചാരമാകാം, വഴിവിട്ട മ്ലേച്ഛതകളായിരിക്കാം, അഹങ്കാരമായിരിക്കാം, പ്രിയപ്പെട്ടവരെ ഹോമോസെക്ഷൽ സ്വവർഗഭോഗമായിരിക്കാം, എന്ന് വേണ്ട നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പാപകരമായ പലവിധ മ്ലേച്ഛതയുടെ അടിമത്തങ്ങളായിരിക്കാം. കർത്താവ് പറയാണ്, ആ പട്ടണത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെയോർത്ത്, ലോകത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെയോർത്ത്. ഇന്ന് സഭയിൽ സംഭവിക്കുന്ന പ്രതിസന്ധികള്, സഭയ്ക്കകത്ത് കടന്നുകൂടിയിരിക്കുന്ന അപജയങ്ങള്, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകള്, നമ്മുടെ ഓരോരുത്തരുടെയും അനാസ്ഥകള്, ആത്മീയ അന്ധത, ഇതിനെല്ലാം പ്രതി ഇന്ന് ഒരുപാട് തെരഞ്ഞെടുക്കപ്പെട്ടവർ കൃപയിൽ വീണുപോകുന്നു, ആത്മീയ ശുഷ്കതയിലോട്ട് പോകുന്നു, ആത്മീയ അനാസ്ഥയിലേക്ക് പോകുന്നു. കർത്താവ് പറയാണ്, ഇതിനെല്ലാം ഓർത്ത് കരയുകയും ഇതിനെല്ലാം ഓർത്ത് വിലപിക്കുന്ന, കരയുന്ന, നെടുവീർപ്പിടുന്ന ചെയ്യുന്നവരുടെ നെറ്റിയിൽ, അപ്രകാരമുള്ള ആത്മാക്കളുടെ നെറ്റിയിൽ അടയാളമിടുക. ഒരു സ്പെഷ്യൽ മുദ്ര കർത്താവ് കൊടുക്കുക. അവർ മുദ്രിത ആത്മാക്കളാണ്. കർത്താവ് പ്രത്യേകമായൊരു അധികാരം കൊടുക്കുകയാണ്. ദേശങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ, ജനപദങ്ങളുടെ മേൽ, ഈ കാലഘട്ടത്തിന്റെ മേൽ അഭിഷേകത്തിന് മുദ്ര നൽകി, അധികാരം നൽകി കർത്താവ് അവരെ ബലപ്പെടുത്തുകയാണ്. ഈ മുദ്ര ആർക്കാണ് ലഭിക്കുന്നത്? ഈ അധികാരം ആർക്കാണ് കർത്താവ് പകർന്നു കൊടുക്കുന്നത്? നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത്, അശുദ്ധികളെ ഓർത്ത്, അവിശ്വസ്തതകളെ പ്രതി, ചെയ്തുപോയ പാപങ്ങളെ പ്രതി കരയുന്ന, വിലപിക്കുന്ന, നെടുവീർപ്പിടുന്ന, ചങ്കുപൊട്ടി അനുതാപ ഹൃദയത്തോടെ പാപങ്ങളെ പ്രതി കർത്താവിന്റെ സന്നിധിയിൽ കരയുന്ന ആത്മാക്കളുടെ അപ്രകാരമുള്ളവരുടെ നെറ്റിത്തടത്തിലാണ്
ഈ മുദ്രയുടെ, അവർ മുദ്രിതാത്മാക്കളാണ്. യെസ്, മുദ്രിതാത്മാക്കൾ. അവർക്ക് ചില അധികാരവും അതിസ്വാഭാവിക കൃപകളും കർത്താവ് പ്രദാനം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിൽ വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, ഈ അഭിഷേകത്തിന് കൃപകൾ പകരണമേ. റിലീസ്, റിലീസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട്, തന്റെ വന്യവൈദികരോട്, തന്റെ സമർപ്പിതരോട്, തന്റെ ആത്മായ പ്രേക്ഷിതരോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? ജോയേൽ പ്രവചനം 2:17 ശ്രദ്ധയോടെ നമുക്ക് ആ വചനം വായിക്കും. നിങ്ങളിത് ചുമ്മാ വായിച്ചു മാത്രം പോകരുതേ. കർത്താവിൻ്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ വിളിയും ദൗത്യവും മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ പ്രയോറിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട്, എൻ്റെ സഹോദരങ്ങളെ, ഒരുമിച്ച് ഒരു മനസ്സോടെ ആ വചനം വായിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ മാത്രമല്ല, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിയും, അത് പുരോഹിതനാകാം, സമർപ്പിതയാകാം, അത് സന്യസ്തരാകാം, ആത്മായ പ്രേക്ഷിതരാകാം, അതൊരു യുവതിയാകാം, ആരുമാകട്ടെ, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. വി ആർ ചോസൻ. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരെ സഹോദരങ്ങളെ. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഈ നാളുകളിൽ, ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വിലാപം ആചരിക്കേണ്ട ഈ സമയത്ത് എന്ത് ചെയ്യുവാനാണ് കർത്താവ് നിർദ്ദേശിക്കുന്നത്? പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞ സഹോദരങ്ങളെ, പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സംഭവിച്ചു പോയ അവിശ്വസ്തതകളെ പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ആത്മീയ അനാസ്ഥകളെ പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വന്നുപോയ സകല പിഴവുകളെയും വീഴ്ചകളെയും പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവിനോടുള്ള നിരന്തരമായ അനുസരണക്കേടുകളെ പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോയതിനെ പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അതിനുള്ള സമയമാണത്, അതിനുള്ള സമയം. അതിനെ ഈ ശുശ്രൂഷ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളെ, നിങ്ങൾ അനേകരോട് പങ്കുവെക്കണം. നമ്മൾ ഒന്നിച്ചു വരണം. ഒന്നിച്ചു വന്ന് ഈ 12 ദിനങ്ങൾ തീഷ്ണതയോടെ വിലാപമാചരിച്ച് പ്രാർത്ഥിക്കണം. സഭ മുഴുവനിലും ഈ ഒരു അഭിഷേകത്തിന് വേവ് തരംഗമുണ്ടാകണം. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്തു പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ അവരെ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അവരെ സംരക്ഷിക്കണമേ. ഇത് തന്നെയാണ് പ്രവാചകനായ ദാനിയേൽ ചെയ്തത്. നിങ്ങൾ ചിന്തിക്കണം. അവൻ നിയമഗ്രന്ഥം, വേദപുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ദൈവജനത്തിന് സംഭവിക്കാൻ പോകുന്ന നാശവും തകർച്ചയും മുന്നിൽ കാണുകയാണ് പ്രവാചകൻ. 70 വർഷങ്ങൾ കർത്താവിൻ്റെ സ്വന്തം ജനം പ്രവാസത്തിലേക്ക് പോകുന്നു, അടിമത്തത്തിലേക്ക് പോകുന്നു. ഒരു വലിയ ഭീകരമായ തകർച്ച, ഒരു വലിയ വിനാശം ദൈവജനത്തിന് മേൽ വന്ന് പതിക്കാൻ പോകുന്നു. ഇത് ദാനിയേൽ കാണുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ നിലവിളിക്കേണ്ട സമയം. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. പൊതുസമൂഹത്തിൽ നിന്നും, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും, സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ വിശ്വാസവും നമ്മുടെ സമൂഹവും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു. ഭീകരമായ നാശങ്ങൾ, തകർച്ചകളൊക്കെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന വിധത്തിലുള്ള ചില അടയാളങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ ആത്മാവ് എന്താ നമ്മോട് പറയുന്നത്? സഹോദരങ്ങളെ, പ്രവാചകനായ ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 9-ാം അധ്യായം 2-3 വചനങ്ങൾ, ഇതാണ് നമ്മൾ ഈ ഡേയ്സ് ഓഫ് പ്രിപ്പറേഷനിൽ ചെയ്യേണ്ടത്. ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരണം.
ഇതിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഈ ഒരു ചൈതന്യം കർത്താവിൽ നിന്ന് സ്വന്തമാക്കണം. പ്രവാചകനായ ദാനിയേൽ അവൻ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി കർത്താവിന്റെ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയ തകർച്ചയും ദുരന്തവും എന്താണെന്ന്. ദാനിയേൽ എന്താണ് ചെയ്തത്? അവന്റെ വാഴ്ചയുടെ 1-ാം വർഷം ദാനിയേലായ ഞാൻ ജെറമ്യ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെ കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ 3-ാമത്തെ വചനം, അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ദൈവജനത്തിന്റെ ആത്മീയമായ തകർച്ച മനസ്സിലാക്കിയപ്പോൾ. നിങ്ങൾ ചിന്തിക്കണം, ഈ സമയത്ത് ദാനിയേല് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ രാജാവ് കഴിഞ്ഞാൽ അടുത്ത ഗവൺമെന്റ് ഒഫീഷ്യലാണ്, 2-ാം സ്ഥാനീയനാണ്. രാജാവ് കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തിന്റെ അധികാരിയാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും, പൊളിറ്റിക്കൽ പവർ, മണി പവർ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒത്തിരിയേറെ ദാനിയേലിനുണ്ടായിരുന്നു. ഈ സുഭിക്ഷതയുടെ നടുവിലാണ് കർത്താവിന്റെ ജനത്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആത്മീയ അധപതനത്തെ പ്രതി, അവരുടെ അവിശ്വസ്തതകളെ പ്രതി, അവരുടെ അനുസരണക്കേടുകളെ പ്രതി ദാനിയേൽ എന്ത് ചെയ്തു? അവന്റെ സുഖലോലുപതകളൊക്കെ അവൻ ഉപേക്ഷിച്ചു. അവൻ ദൈവജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ചാക്കെടുക്കുകയാണ്. തന്റെ രാജകീയ വസ്ത്രങ്ങളെല്ലാം, തന്റെ ആ ഒഫീഷ്യൽ വസ്ത്രങ്ങളെല്ലാം ദാനിയേൽ വേണ്ടെന്ന് വെച്ചു. എന്റെ സഹോദരൻ, ഇതിൽ നഷ്ടപ്പെടലുണ്ട്. അവൻ ചാക്കെടുത്ത് ചാരം പൂശി ഉപവസിച്ച് വിലാപമാചരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപമുയരേണ്ട നാളുകളാണിത്. ഡേയ്സ് ഓഫ് റിപ്രഷൻ. അവിശ്വസ്തതകളെ പ്രതി വിലാപമാചരിക്കണം, അനുതപിക്കണം സഹോദരങ്ങളെ. അല്ലാതെ കർത്താവിന് കൃപയുടെ വെളിപ്പെടൽ ഉണ്ടാവുകയില്ല. അശുദ്ധ ജീവിതങ്ങളെ പ്രതി, ജഡപാപങ്ങളെ പ്രതി, കർത്താവിനോട് നിരന്തരം കാണിക്കുന്ന അവഹേളനങ്ങളെ പ്രതി, അനുസരണക്കേടുകളെ പ്രതി, നമ്മുടെ ആത്മീയ അനാസ്ഥയെ പ്രതി, മന്ദോഷതയെ പ്രതി റിപ്പന്റ്, അനുതപിച്ച് വിലാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട നാളുകൾ. അതാ ദാനിയേൽ ചെയ്തത്. അവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അവിടെ 4-ാം വചനം എന്താ പറയുന്നത്? ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. പാപങ്ങൾ ഏറ്റുപറഞ്ഞു. 20-ാമത്തെ വചനത്തിലോട്ട് വന്ന് ദാനിയേൽ പ്രവചനം 9:20 വന്ന് എന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എന്റെ ദൈവത്തിന്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി, ഒരുമിച്ച് വായിച്ച എന്റെ ദൈവത്തിന്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി, എന്റെയും എന്റെ ജനമായ ദൈവം തെരഞ്ഞെടുത്ത വിശുദ്ധ സ്ഥലങ്ങളെ പ്രതി, കർത്താവിന്റെ ജനത്തെ പ്രതി ദാനിയേൽ പറയാണ്, എന്റെയും എന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ്. ഇത് ശ്രദ്ധിക്കുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ്. ഇങ്ങനെ അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വിലാപത്തോടെ പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ള വൈദികർ സഭയിൽ ഉണരണം. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് അവരെല്ലാം ഉണരണം. നമ്മുടെ നിസ്സംഗതയും നമ്മുടെ മന്ദോഷ്ണതയും നമ്മുടെ അനാസ്ഥകളുമാണ് ഇന്ന് നമ്മുടെ തകർച്ചയുടെ കാരണം. സഹോദരങ്ങളെ, ദാനിയേൽ 1 അവന്റെ വ്യക്തിപരമായ പാപങ്ങൾക്ക് വേണ്ടിയും, 2 ഇസ്രായേലിന്റെ ദൈവജനത്തിന്റെ മുഴുവൻ പാപങ്ങളെ പ്രതി, അവിടെ സംഭവിച്ചു പോയ അവിശ്വസ്തതകളെ പ്രതി, പിഴവുകളെ പ്രതി ഏറ്റുപറഞ്ഞ് ദാനിയേൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചേ? 21, 22, 23 വചനങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങനെ അവൻ പരിഹാരം ചെയ്ത് വിലാപത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ദാനിയേല്. ഇതാണ് ആ ഒരു കാലമാണിത്. അതിന് സമയം കണ്ടെത്തണം. ഇതൊരു നേരം പോക്കല്ല.
ഇത് സമയം കളയാനുള്ളൊരു പരിപാടിയല്ല. ഇതിനർത്ഥം മനസ്സിലാക്കുക. പലർക്കും ഇതൊരു ബുദ്ധിമോശമായി തോന്നുന്നു. എന്ത് ശുദ്ധ മണ്ടത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തില്, ഈ ആധുനിക കാലഘട്ടത്തിലാണോ ഈ പരിഹാരത്തിന്റെയും പ്രാശ്ചിത്തത്തിന്റെയും വിലാപത്തിന്റെയും ചിന്തകളൊക്കെ പങ്കുവെക്കുന്നത്? ഇത് ബുദ്ധിമോശമല്ലേ? അല്ല സഹോദരങ്ങളെ, ഇത് കർത്താവിന്റെ മനസ്സാണ്. സഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗം തരുന്ന പ്രവചന ദൂതാണിത്. ഇവിടെ നമ്മൾ ചങ്കുറപ്പിക്കണം. വേറെ വഴിയില്ല സഹോദരങ്ങളെ, വേറെ വഴിയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്നോട് പറഞ്ഞു. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവൻ എന്നാ പറയുന്നത്? ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ജ്ഞാനവും അറിവും പകരാൻ കർത്താവ് മുഖ്യ ദൂതരിൽ ഒരുവനായ വിശുദ്ധ ഗബ്രിയേലിനെ വിട്ടത്? ദൈവജനത്തിന്റെ പാപങ്ങളെ പ്രതി, തെരഞ്ഞെടുത്തവരുടെ അവിശ്വസ്തതയെ പ്രതി, അനുസരണക്കേടുകളെ പ്രതി ഞാനോ നിങ്ങളോ നമ്മൾ ആരുമാകട്ടെ, നമ്മൾ അനുതപിച്ച് വിലാപത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അപ്രകാരം പ്രാർത്ഥിക്കുന്ന ആത്മാക്കളിൽ നമ്മൾ കണ്ടു എസെക്കിയേൽ 9:4 അവരെ കർത്താവ് സ്പെഷ്യലായി മുദ്ര ചെയ്യുകയാണ്. അവർ മുദ്രിതാത്മാക്കളാണ്. കർത്താവിന്റെ സംരക്ഷണ മുദ്ര, അധികാരത്തിന്റെ മുദ്ര, അതിസ്വാഭാവിക കൃപകളുടെ മുദ്ര കർത്താവ് അവരിൽ പതിക്കുകയാണ്. ഒരു സ്പെഷ്യൽ അതോറിറ്റി, സ്പിരിച്വൽ പവർ കർത്താവ് അവർക്ക് പ്രദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിന് ജ്ഞാനവും അറിവും നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു. വൈ? എന്തുകൊണ്ട്? ദാനിയേലേ തന്റെ പാപങ്ങളെ പ്രതിയും ദൈവജനത്തിന്റെ പാപങ്ങളെ പ്രതിയും അവൻ വിലാപത്തോടെ പ്രാർത്ഥിച്ചു. ഇതാ ഇന്ന് വൈദികർ ചെയ്യേണ്ടത്. ഇതാണ് ഇന്ന് സമർപ്പിതർ ചെയ്യേണ്ടത്. ഇതാണ് ആത്മായ പ്രേക്ഷിതർ ചെയ്യേണ്ടത്. കർത്താവിനിൽ വിളിക്കപ്പെട്ട ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് ഈ ഒരു ശുശ്രൂഷയുടെ അനുഭവമാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പക്ഷേ ഇത് മറന്നു പോകരുത്. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ അവസാന വചനത്തിലോട്ട് നിങ്ങൾ വന്നേ. 23-ാം വചനത്തിൽ എന്താ പറയുന്നത്? നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പ്രവാചകന്മാരും കർത്താവിന്റെ വന്യ പുരോഹിതന്മാരും കർത്താവിന്റെ സമർപ്പിതരും സന്യസ്തരും കർത്താവിന്റെ ആത്മായ പ്രേക്ഷിതരെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട സകലരും ഈ ഒരു കൃപയിൽ ഉയരേണ്ട സമയം. ജെറമിയ പ്രവചനം 9:1 പറയുന്നുണ്ട്, പ്രവാചകൻ വിലാപത്തോടെ വിളിച്ചു പറയുകയാണ്, എന്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എന്റെ കണ്ണുകൾ അശ്രുത. ഇതാണ് ഓരോ വന്യ വൈദികനും കർത്താവിന്റെ മുമ്പിൽ നിന്ന് പ്രാപിക്കേണ്ട കൃപ. ഓരോ സമർപ്പിതയും പ്രാപിക്കേണ്ട കൃപ. ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും പ്രാപിക്കേണ്ട കൃപ ഇതാണ്. എന്റെ കണ്ണുകൾ ഒരു അശ്രുധാരയും എന്റെ ശിരസ് ഒരു കണ്ണീർ തടാകവുമായിരുന്നു. എന്തിനു വേണ്ടി? ദൈവജനത്തിന്റെ ആത്മീയ തകർച്ചയെ പ്രതി, സംഭവിച്ചുപോയ അവിശ്വസ്തതകളെ പ്രതി, സംഭവിച്ചുപോയ അനുസരണക്കേടുകളെ പ്രതി, കർത്താവിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയ പാപപ്രവൃത്തികളെ പ്രതി അനുതാപത്തോടെ വിലാപം ആചരിച്ച് നിലവിളിക്കുവാൻ, കർത്താവേ എന്റെ ശിരസ് ഒരു കണ്ണീർ തടാകമായി മാറട്ടെ, എന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണീർ കണങ്ങൾ പൊഴിയട്ടെ. ജെറമിയായുടെ പ്രാർത്ഥനയാണ്. അവന് വേണ്ടിയല്ല കരഞ്ഞത്, നശിക്കുന്ന ജനത്തിനു വേണ്ടി, നശിക്കുന്ന ജനത്തിനു വേണ്ടി. പ്രവാചകർ സഭയിൽ ഉണരട്ടെ, കരയുന്ന പുരോഹിതർ സഭയിൽ എഴുന്നേൽക്കട്ടെ, കരയുന്ന സമർപ്പിതരും സന്യസ്തരും
സഭയിൽ 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 ഉജ്ജ്വലിക്കട്ടെ. ആത്മായ പ്രേക്ഷിതർ അവർ സഭയിൽ സഭയിൽ ഉത്തേജിതരാകട്ടെ. ഈ ഒരു കൃപയിൽ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കി നമ്മൾ അവസാന ഭാഗത്തോട്ട് വരികയാണ്. എബ്രായ പുസ്തകം 5:7 നമ്മൾ കാണുന്നുണ്ട്. ആ ഗെത്സമൻ തോട്ടത്തിൽ തീവ്രമായ ദുഃഖത്താൽ മരണത്തോളം മരണതുല്യമായ വേദന അനുഭവിക്കുക കർത്താവ് ഈ ലോകത്തിന്റെ പാപങ്ങളെ പ്രതി. ഈ തീവ്രമായ ദുഃഖത്താൽ കർത്താവ് എപ്രകാരം തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചത്? എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, കർത്താവിനാൽ വിളിക്കപ്പെട്ട എന്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് നമുക്കുള്ള സ്വർഗത്തിന്റെ ദൂതാണ്. ഇത് നമുക്കുള്ള കർത്താവിന്റെ ആലോചനയാണ്. എന്താണ് പരിശുദ്ധാത്മാ പറയുന്നത്? തന്റെ ഐഹിക ജീവിതകാലത്ത്, തന്റെ ഈ ലോക ജീവിതകാലത്ത് ക്രിസ്തു കർത്താവായ യേശു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ, മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ള തന്റെ പിതാവിനോട് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ. നമ്മുടെ കർത്താവ് എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ലാഘവമായിട്ടല്ല, മടുത്ത് പോയിട്ടല്ല, മാനസികമായി ഇങ്ങനെ തളർന്ന് അവശമായ നിലയിലല്ല, അല്ലെങ്കിൽ ആത്മീയ മന്ദതയിലോ ശുഷ്കാന്തിയില്ലാതെയല്ല സഹോദരങ്ങളെ. ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മനുഷ്യവർഗം മുഴുവന്റെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി കണ്ണുനീരോടും വലിയ വിലാപത്തോടും കൂടെ. ഒരുമിച്ച് പറഞ്ഞ വലിയ വിലാപത്തോടും കൂടെ പറഞ്ഞേ, വലിയ വിലാപത്തോടും കൂടെ. ഒരുമിച്ചൊരു മനസ്സോടെ പറഞ്ഞ വലിയ വിലാപത്തോടും കൂടെ, വലിയ വിലാപത്തോടും കൂടെ, വലിയ വിലാപത്തോടും കൂടെ, വലിയ വിലാപത്തോടും കൂടെ. ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ. ഇത് വിലാപമാചരിക്കേണ്ട നാളുകളാണ്. പ്രാർത്ഥനകളും യാചനകളും തന്റെ പിതാവിന് അവൻ സമർപ്പിച്ചു. ഇതാ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. ഇതിലേക്ക് തിരിച്ചു വരണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൂട്ടങ്ങൾ ദേശത്തിന് പല ദിക്കുകളിലും ഉണരണം. സഭയിൽ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ എഴുന്നേൽക്കണം. വൈദികർ അതിനെ പ്രോത്സാഹിപ്പിക്കണം, സമർപ്പിതർ പ്രോത്സാഹിപ്പിക്കണം. ആത്മായ പ്രേക്ഷിത തീഷ്ണതയോടെ ഈ ഒരു ആത്മീയതയുടെ ഈ ഒരു ചൈതന്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൃപയിൽ ഉയരണം സഹോദരങ്ങളെ. ലേവ്യ പുസ്തകത്തിൽ കൂടി നമുക്കൊന്ന് കാണാൻ പറ്റും. ലേവ്യ പുസ്തകം 26:40 മുതൽ 43 വരെയുള്ള വചനങ്ങളും കൂടി ഒന്ന് വായിച്ച് നമ്മൾ കൂടുതൽ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുകയാണ്. അവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും. ശ്രദ്ധിച്ച്, നമ്മൾ ഒരുപാട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട് കർത്താവിനോട്. ഒരുപാട് കാര്യങ്ങളെ പ്രതി നമ്മൾ അവിശ്വസ്തരായിട്ടുണ്ട്. എന്റെ ജനം, എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ. എനിക്കെതിരായി ചരിച്ചതിനാൽ. വചനം ഒന്ന് ഫുൾ സ്ക്രീനിലോട്ട് ഇട്ടേ. എനിക്കെതിരായി ചരിച്ചതിനാൽ ഞാനും അവർക്കെതിരായി ചരിക്കുകയും അവരെ ശത്രുക്കളുടെ ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. തങ്ങളുടെ അപരിചിതമായ ഹൃദയം വിനീതമാക്കി പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാൽ ഞാൻ യാക്കോബിനോടും ഇത് പ്രായശ്ചിത്തം ചെയ്യേണ്ട നാളുകൾ. നമ്മുടെ അവിശ്വസ്തതകളെ പ്രതി, നമ്മുടെ പാപങ്ങളെ പ്രതി, നമ്മുടെ അനാസ്ഥകളെ പ്രതി, നമ്മുടെ അനുസരണക്കേടുകളെ പ്രതി, നമ്മുടെ ആത്മീയ അഹങ്കാരത്തെ പ്രതി നമ്മൾ പ്രായശ്ചിത്തം ചെയ്യേണ്ട നാളുകൾ, വിലാപമാചരിക്കേണ്ട നാളുകൾ. കർത്താവ് പറയാൻ, നിങ്ങൾ പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാൽ ഞാൻ യാക്കോബിനോടും ഇസഹാക്കിനോടും അബ്രാഹാമിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ദേശത്തെ അനുസ്മരിക്കുകയും ചെയ്യും. ദേശത്തെ ഞാൻ അനുഗ്രഹിക്കും, എന്റെ സഭയെ ഞാൻ നവീകരിക്കും, എന്റെ കുടുംബങ്ങളെ ഞാൻ ശക്തീകരിക്കും. വീണ്ടും ദൈവത്തിന്റെ വചനം പറയാണ്, അവർ ഒഴിഞ്ഞു പോകുക നിമിത്തം പാഴായി കിടക്കുമ്പോൾ നാട് അതിന്റെ സാപത്തിൽ സന്തോഷിക്കും. അവർ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം. 43-ാമത്തെ വചനം, അവർ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം. യെസ്, ഇത് അതാ പരിഹാരം. ഇത് പഴയ നിയമത്തിന് പ്രമാണമായി തള്ളിക്കളയരുതേ. ഇത് പഴയ നിയമത്തിൽ പറയുന്ന കാര്യമല്ലേ. പുതിയ നിയമ വിശ്വാസികൾക്ക് ഇത് ബാധകമാണോ? നമ്മൾ മരിയൻ കാലഘട്ടത്തിലാണ്, മരിയൻ യുഗത്തിലാണ്, കൃപയുടെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ഞാൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നിരന്തരമായി ആവർത്തിച്ച് പറയുന്ന പ്രവചന സന്ദേശങ്ങൾ എന്താണ്? മക്കളെ, പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം ചെയ്യുക, പരിഹാരം ചെയ്യുക. ഈ 3 കാര്യങ്ങൾ മറന്നു പോകരുതേ. പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം. ഇത് ഈ സത്യമാണ് ലേവ്യ പുസ്തകത്തിൽ പരിശുദ്ധ വചനങ്ങളിൽ പരിശുദ്ധ റൂഹ എനിക്ക് നിങ്ങൾക്കുമായി തരുന്നത്. നിങ്ങൾ പ്രാശ്ചിത്തം അനുഷ്ഠിക്കണം. നിങ്ങളുടെ പാപങ്ങളെ പ്രതി, അവിശ്വസ്തതകളെ പ്രതി നിങ്ങൾ പരിഹാരം ചെയ്യണം. കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി നേടിത്തന്ന ആ രക്ഷയോട് ചേർത്ത് വെച്ചുകൊണ്ട്, കർത്താവിൻ്റെ പാപപരിഹാര ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട്, എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിന് വീണ്ടെടുപ്പിനും സഭയുടെ നവീകരണത്തിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ശാക്തീകരണത്തിനുമായി നമ്മളിത് ചെയ്താൽ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. കർത്താവിൻ്റെ ക്രോധം കരുണയായിട്ട് മാറും. ശിക്ഷാവിധികൾ അനുഗ്രഹങ്ങളായിട്ട് മാറും. മക്കാബയുടെ 2-ാം പുസ്തകം 8:5 ഈ സത്യമാണ് നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നത്. 2 മക്കാബായർ 8:5 എന്താണ് പറയുന്നത്? മക്കാബിയൂസ് സൈന്യം ശേഖരിച്ചതോടെ വിജാതീയർക്ക് അജയനായി കഴിഞ്ഞു. കാരണം കർത്താവിന്റെ കോപം കരുണയായി മാറിയിരുന്നു. കർത്താവിന്റെ ക്രോധം കരുണയായി മാറിയിരുന്നു. കർത്താവിന്റെ ക്രോധത്തെ കരുണയാക്കി മാറ്റാൻ കഴിയുന്ന ഏക കാര്യം എന്താണ്? അനുതപിച്ച് വിലാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ക്രോധം കരുണയാകും. ശിക്ഷാവിധികൾ അനുഗ്രഹങ്ങളാകും. അനർത്ഥങ്ങളും തകർച്ചകളും കൃപകളായിട്ട് മാറും. ഇത് കർത്താവിന്റെ പ്രോമിസാണ് സഹോദരങ്ങളെ. ഇതിനു വേണ്ടിയാണ് ഈ ഒരു ശുശ്രൂഷ ഷെക്കേന ന്യൂസിലൂടെ കർത്താവ് നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നത്. നമ്മൾ നോമ്പിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് സ്വർഗം തന്നിരിക്കുന്ന ഈ മഹനീയമായ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി തുറന്നു വരുന്ന 11 ദിനങ്ങളിൽ വിലാപമാചരിച്ച്, അനുതപിച്ച്, പ്രാശ്ചിത്തം ചെയ്ത്, പരിഹാരമനുഷ്ഠിച്ച് നമുക്ക് നിലവിളിയോടെ പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിന് അതിക്രമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് വേണ്ടി, ദൈവനിഷേധം, ദൈവദൂഷണം, വിശ്വാസത്യാഗം, വഴിവിട്ട മ്ലേച്ഛ പാപങ്ങൾ, ജഡപാപങ്ങൾ, ഇതിനെല്ലാം പ്രതി നമുക്ക് പ്രാർത്ഥിക്കാം. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപം ഉയരേണ്ട നാളുകൾ നമുക്കതിനായി ആഗ്രഹിക്കാം. കർത്താവിൻ്റെ ക്രോധം കരുണയായി മാറട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ പ്രതിസന്ധികളും ആവശ്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും കരുതലുമാണ് എന്നും ഷെക്കേന ന്യൂസിൻ്റെ വളർച്ചയ്ക്ക് ദൈവം മുഖാന്തരമാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് സഹോദരങ്ങളെ. നമ്മൾ സത്യത്തിന് സാക്ഷ്യം നൽകുമ്പോൾ നമുക്കറിയാം പല പ്രതികൂലങ്ങളുണ്ടാകും. അപ്പം അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായ പ്രാർത്ഥനയുടെ ഒരു വലിയ കോട്ട തന്നെ നമുക്കുണ്ടാകണം. ഒരു സ്വർഗസ്വനായ, ഒരു നന്മ നിറഞ്ഞ മറിയുമോ, ഒരു വിശ്വാസ പ്രമാണമോ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സാമ്പത്തികമായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഒരു കാലത്തെക്കുറിച്ച് നമുക്കറിയാലോ. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ ചെലവുകൾക്കൊരു കുറവുമില്ല. ഓരോ മാസം ഭീമാകാരമായ ലക്ഷങ്ങളുടെ ചെലവുകൾ വേണത് കടന്നു പോകാനായിട്ട്. ഈ 2-3 മാസങ്ങളായി കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടും ഞെരുക്കും ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, പലരും സഹായിക്കുന്നുണ്ട്, അറിയാം. എങ്കിൽ പോലും നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തന്ന സമ്പത്തിൻ്റെ ഓഹരിയിൽ നിന്ന് നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. പണമില്ലാത്തത് കൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷകൾ തളർന്നു പോകരുത്. നമ്മുടെ ക്യാൻറ്റീൻ പ്രവർത്തനമൊക്കെ വളരെ പുരോഗതിയോടെ മുന്നോട്ട് പോകുന്നു.
അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമുക്കറിയാലോ ഒത്തിരി സാമ്പത്തികമായ ചെലവുകളുണ്ട്. നിങ്ങൾ സഹകരിക്കണം, കർത്താവിൻ്റെ ശുശ്രൂഷയെ ബലപ്പെടുത്തണം. ഒപ്പം കഴിയുന്ന പോലെ മറ്റ് ശുശ്രൂഷകളെയൊക്കെ, മിനിസ്ട്രികളൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരുങ്ങാം. നിങ്ങൾ തരുന്ന ഓരോ 5 പൈസയ്ക്കും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പാഴല്ല. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും, തലമുറകളെ മാനിക്കും. ഇന്ന് കർത്താവ് നൽകിയ ഈ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ വിലാപമാചരിക്കേണ്ട, അനുദപിച്ച് പ്രാർത്ഥിക്കേണ്ട ഈ നാളുകളുടെ ആവശ്യകത മനസ്സിലാക്കി നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവ കരുണയ്ക്ക് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ആയിരിക്കുന്നിടത്ത് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നു. ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. കർത്താവേ കരുണ ചൊരിയണമേ. ഹോശാന. ഞങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളെ ഓർത്ത്, ഞങ്ങൾ അവിശ്വസ്തതകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ നിരന്തരമായി ഞങ്ങൾ അനുസരണക്കേടുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കരുണ ചൊരിയണമേ. കർത്താവേ കൃപ വർഷിക്കണമേ. ഈശോ 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 ഈശോയേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ 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 ഈശോ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം മുട്ടുകുത്തി നിൽക്കാൻ നമുക്ക്. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപം ഉയരേണ്ട നാളുകളാണിത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളെ ഓർത്ത്, അവിശ്വസ്തതകളെ പ്രതി, അനുസരണക്കേടുകളെ പ്രതി കർത്താവിനെ നിരന്തരമായി നമ്മൾ വേദനിപ്പിച്ചതിനെ പ്രതി, കർത്താവിനോട് കാണിച്ച മറുതലിപ്പുകള്, ആത്മീയ കാര്യങ്ങളിൽ നമുക്കുണ്ടായ അനാസ്ഥകള്, നമ്മുടെ ആത്മീയ അഹങ്കാരം, അന്വേഷണത, ഇതിനെല്ലാം പ്രതി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വന്നുപോയ പാപങ്ങളെ ഓർത്ത്,
വീഴ്ചകളെ ഓർത്ത്, അപരാധങ്ങളെ ഓർത്ത് എല്ലാം നമ്മൾ ചങ്ക് പൊട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനുള്ള സമയം. നിങ്ങൾ പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാൽ, നിങ്ങൾ പരിഹാരം ചെയ്താൽ ഞാൻ കരുണ കാണിക്കും, ഞാൻ ദേശത്തെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളെ സന്ദർശിക്കും, ഞാൻ നിങ്ങളെ കൃപാവരങ്ങളാൽ, അഭിഷേകത്തിന്റെ കൃപകളാൽ ഞാൻ നിങ്ങളെ സമ്പന്നമാക്കും. നമുക്ക് മുട്ടുകുത്തി നിന്ന് നമ്മൾ നമ്മുടെ ശിരസ് നമിച്ച് ഫാത്തിമയിൽ കർത്താവിന്റെ മാലാഖ ഇടയ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഉച്ചത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, സഭയിലുള്ള എല്ലാ തെറ്റുകളെ പ്രതി, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എല്ലാവിധ വീഴ്ചകളെ പ്രതി, നമ്മൾ ഓരോരുത്തരുടെയും പാപങ്ങളെയും അവിശ്വസ്തതകളെ പ്രതി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഈശോയേ, ഈശോയേ, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് ഞാൻ വേണ്ടി അങ്ങയോട് ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. മാപ്പപേക്ഷിക്കുന്നു. കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ. കർത്താവേ, കരുണ ചൊരിയണമേ. കർത്താവേ, കരുണ ചൊരിയണമേ. ഈശോയേ, ഈശോയേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഈശോയേ, ഈശോയേ, അങ്ങയിൽ അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് ഞാൻ വേണ്ടി അങ്ങയോട് ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. അപേക്ഷിക്കുന്നു. കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. കർത്താവേ, കരുണ ചൊരിയണമേ. കർത്താവേ, കരുണ ചൊരിയണമേ. ഈശോയേ, ഈശോയേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ ഞാൻ അങ്ങയിൽ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. എന്റെ ഈശോയേ, എന്റെ ഈശോയേ, ശംഖ് തുറന്ന സ്നേഹത്തോടെ വിളിച്ച എന്റെ ഈശോയേ, എന്റെ ഈശോയേ, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് ഞാൻ വേണ്ടി അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. കർത്താവേ, കരുണ ചൊരിയണമേ. കർത്താവേ, കരുണ ചൊരിയണമേ. സഭയുടെ മേൽ കരുണ ചൊരിയണമേ. സഭയുടെ മേൽ കരുണ ചൊരിയണമേ. ലോകത്തിന്റെ പാപങ്ങളെ പ്രതി ലോകത്തിന്റെ പാപങ്ങളെ പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ദൈവനിഷേധികളായ, ദൈവനിഷേധികളായ, ദൈവദൂഷകരായ ദൂഷകരായ ആത്മാക്കളെ പ്രതി ആത്മാക്കളെ പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, കരുണ ചൊരിയണമേ. കർത്താവേ, കരുണ കർത്താവേ, ചൊരിയണമേ. കരുണ ചൊരിയണമേ. കർത്താവേ, കരുണ ചൊരിയണമേ. അവിശ്വസ്തരായ അവിശ്വസ്തരായ ആത്മാക്കളെ പ്രതി ആത്മാക്കളെ പ്രതി തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ അവിശ്വസ്തകളെ പ്രതി അവിശ്വസ്തകളെ പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളെ വിട്ടുപോകരുത്. കർത്താവേ, ഞങ്ങളെ വിട്ടുപോകരുതേ. കർത്താവേ, ഞങ്ങളെ വിട്ടുപോകരുത്. കർത്താവേ, ഞങ്ങളെ വിട്ടുപോകരുതേ. കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ, കൃപ ചെയ്യണമേ. കൃപ ചെയ്യണമേ. ദൈവനിന്ദാപരമായ ദൈവനിന്ദാപരമായ പ്രവൃത്തി ദോഷങ്ങളെ പ്രതി പ്രവൃത്തി ദോഷങ്ങളെ പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അനുതപിക്കുന്ന കർത്താവേ, അനുതപിക്കുന്ന കർത്താവേ, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ, കരുണ ചൊരിയണമേ. കരുണ ചൊരിയണമേ. നിരന്തരമായ നിരന്തരമായ അനുസരണക്കേടുകളെ പ്രതി അനുസരണക്കേടുകളെ പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കുന്നു. ഈശോയേ, ഈശോയേ, ഹൃദയം തുറന്ന് വിളിച്ച് ഈശോയേ,
കരുണ കാണിക്കണമേ, കരുണ ചൊരിയണമേ. കരമുയർത്തി ഒന്നിച്ചു വിളിക്കുന്നു ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരുണ, കരുണ. കർത്താവിന്റെ ക്രോധം കരുണയായി മാറട്ടെ. കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. പ്രായശ്ചിത്തം അനുഷ്ഠിച്ചു പ്രാർത്ഥിക്കാൻ, വിലാപം ആചരിക്കുവാൻ, കർത്താവെ അവിടുത്തെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ കൃപ ചെയ്യണമേ. ഒരു നിമിഷം സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, കർത്താവിന് എഴുന്നേറ്റ് നിന്ന്, കരങ്ങൾ കുരിശാകട്ടി വിരിച്ചു പിടിച്ച് മക്കളെ എല്ലാവരും വിരിച്ചു പിടിച്ച്. ഇത് വിലാപത്തിന്റെ നാളുകൾ, പ്രായശ്ചിത്തം അനുഷ്ഠിക്കേണ്ട നാളുകൾ. നമ്മൾ അവിശ്വസ്തത കാണിച്ച കർത്താവിനോട്, അനുസരണക്കേട് കാണിച്ച കർത്താവിനോട്, നമ്മൾ അനാസയോടെ പെരുമാറി കർത്താവിനോട്, അശ്രദ്ധയോടെ പെരുമാറി, ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയില്ലാത്തവരായി നമ്മുടെ പ്രയോറിറ്റികൾ മാറിപ്പോയി. കർത്താവിന്റെ മനസ്സ് പലപ്പോഴും നമ്മൾ അറിഞ്ഞില്ല. ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ, പലവിധ തിരക്കുകളിൽപ്പെട്ട് നമ്മൾ പലപ്പോഴും കർത്താവിനെ അവഗണിച്ച് കളഞ്ഞു. ഈശോ, കരുണ ചൊരിയണമേ, കരുണ കാണിക്കണമേ. അവിടുത്തെ സഭയോട്, അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട്, അങ്ങ് വിളിച്ചവരോട് കർത്താവേ കരുണ കാണിക്കണമേ. ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നിലവിളിയോടെ അനുതപിച്ചു പ്രാർത്ഥിച്ചു പാടാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ കർത്താവേ കരുണ ചൊരിയണമേ, പിതാവേ കൃപ വർഷിക്കണമേ. ഞങ്ങളുടെ മേൽ, കർത്താവേ ഞങ്ങളെ വിട്ടുപോകരുത്, ലോകം ഞങ്ങളെ വിട്ടുപോകരുത്. മേൽ അവിശ്വസന മുറിവുകൾ ഉണക്കണമേ, അവിശ്വസന മുറിപ്പാടുകൾ സുഖപ്പെടുത്തണമേ. ചങ്ക് പൊട്ടി വിളിക്കുന്നു ഈശോ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അപ്പാ പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നിലവിളിയോടെ പ്രാർത്ഥിച്ചു പാടുന്നു ഈശോയുടെ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ കർത്താവേ അവിടുത്തെ ഉടമ്പടി അവിടുന്ന് ഓർക്കണമേ, അവിടുത്തെ ഞങ്ങളുടെ സഭയോട് കൃപ ചെയ്യണമേ, അവിടുത്തെ സഭയോട് കരുണ കാണിക്കണമേ. ഞങ്ങളെ പാപങ്ങളെ പ്രതി കർത്താവേ അങ്ങ് ഞങ്ങളെ വിട്ടുപോകരുത്. കർത്താവേ കരുണ ചൊരിയണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അപ്പാ പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നിരന്തരമായി നമ്മളിൽ വന്നുപോയ അനുസരണക്കേടുകളെ, അവിശ്വസ്തകളെ പ്രതി എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കരങ്ങൾ വിരിച്ചു പിടിച്ച് നിലവിളിയോടെ നമ്മൾ ഒരിക്കൽ കൂടെ ചേർന്ന് പാടുന്നു ഈശോയേ കൃപ കരുണ ചൊരിയണേ, കൃപ ചൊരിയണേ. അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അപ്പാ പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഒരിക്കൽ
പറയുന്നു. ഈശോയുടെ കൃപ വർഷിക്കണമേ അതിദാരുണമായ കർത്താവേ. അനർത്ഥങ്ങള്, തകർച്ചകള്, വിനാശങ്ങള് വിട്ടൊഴിഞ്ഞു പോകട്ടെ. അതെല്ലാം കൃപകളായി മാറട്ടെ, അനുഗ്രഹങ്ങളായി തീരട്ടെ. കർത്താവേ, കരുണ വർഷിക്കണമേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ എംപവർ ചെയ്യണമേ ഈശോ. കരുണയുണ്ടാകേണമേ. ഒരിക്കൽ കൂടെ ഒന്നിച്ച് ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. കരങ്ങൾ ഈ അൾത്താരയിലേക്ക് നിങ്ങൾ തുറന്നു പിടിച്ച്, നമ്മളെ തെരഞ്ഞെടുത്ത കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് നിലവിളിയോടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നമുക്ക് ഉച്ചത്തിൽ ഹൃദയ തകർച്ചയോട് നമുക്ക് ഏറ്റുപറയാം. പരിശുദ്ധനായ ദൈവമേ, എല്ലാവരും ഒന്നിച്ചൊരു മനസ്സോടെ പറഞ്ഞേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയുമേ കരുണയായിരിക്കണമേ. കർത്താവേ, അവിടുത്തെ സഭയോട് കരുണ കാണിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, സകല പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു കർത്താവേ. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. ബലവാനേ, കരുണ ചൊരിയണമേ. പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയുമേ കരുണയായിരിക്കണമേ. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകളെ പ്രതി ഞങ്ങൾ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, കരുണ ചൊരിയുക. പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയുമേ കരുണയായിരിക്കണമേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ, വിലാപത്തിൻ്റെ നാളുകൾ, ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആരും നിസ്സാരമായി ഇതിനെ കാണരുത്. കുറേ ശുശ്രൂഷകൾ നടക്കുന്നതിന് കൂട്ടത്തിൽ ഇത് എണ്ണപ്പെട്ട് നമ്മളിതിന് പ്രാധാന്യം അറിയാതെ പോകരുത്. നമ്മളിതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കർത്താവായ യേശുവിൻ്റെ രക്തശരീരങ്ങൾ യോഗ്യതയോടുകൂടി നമ്മൾ സ്വീകരിക്കുന്നവരാകണം. പരിശുദ്ധ കുംഭസാരം എന്ന കുദാശയിലൂടെ പാപമോചനം നേടി നമ്മൾ പ്രസാദവരത്തിന് അനുഭവത്തിലായിരിക്കണം. എല്ലാ ദിവസവും പരിശുദ്ധ ജപമാലയും കരുണക്കൊന്തയും അതുപോലെ തന്നെ നമുക്ക് കഴിയുന്നത് പോലെയുള്ള കൊച്ചു കൊച്ചു പ്രാശ്ചിത്ത പ്രവൃത്തികൾ, പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് കണ്ണുനീരോടെ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപമുയരേണ്ട നാളുകളാണിത്. നമുക്ക് വന്നുപോയ അവിശ്വസ്തതകള്, വന്നുപോയ അനുസരണക്കേടുകള്, പാപങ്ങള്, അനാസ്ഥകള്, ആത്മീയമായ അവഗണനകൾ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അനുദപിച്ച് പ്രാശ്ചിത്തം അനുഷ്ഠിക്കണം. ലേവ്യ പുസ്തകത്തിൽ കണ്ട് 26-ാം അധ്യായം 40 മുതൽ 43 വരെയുള്ള വചനങ്ങളിൽ നിങ്ങൾ പ്രാശ്ചിത്തം അനുഷ്ഠിച്ചാൽ ഞാൻ ദേശത്തെ അനുഗ്രഹിക്കും. നിങ്ങൾ പരിഹാരം ചെയ്താൽ കർത്താവിൻ്റെ പാപപരിഹാര ബലിയോട് ചേർത്ത്
നമ്മുടെ പരിത്യാഗ പ്രവർത്തികൾ കാഴ്ചവെക്കുമ്പോൾ അതൊരു വലിയ പവറാണ്. ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, സഭയുടെ ശക്തീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർ പരിശുദ്ധാത്മാവിൽ കത്തി ജ്വലിക്കുവാൻ വേണ്ടി നമ്മൾ കർത്താവിൻ്റെ പദ്ധതിയോടെ സഹകരിക്കുക. നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. തുടർന്ന് വരുന്ന 11 ദിനങ്ങളിലെ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുക. ഇപ്പം നാളെ മുതൽ തലശ്ശേരി അതിരൂപതയിൽ ഒരു കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ആ കൺവെൻഷൻ വിജയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ഏരിയയിലുള്ളവർ, നിങ്ങൾ ഇരട്ടി ഭാഗത്താണ്, സ്ഥലത്തിൻ്റെ പേര് കരിക്കോട്ടുകുറി എന്ന് പറയുന്ന അല്ലെ, അതിനോട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. തലശ്ശേരി അതിരൂപതയിലെ ഒരു പ്രധാന പള്ളിയാണ്. അവിടെ സമീപ ഇടവകകളെല്ലാം ചേർന്ന് സംയുക്തമായ കൺവെൻഷൻ നടത്തുകയാണ്. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിൽ നിങ്ങൾ തീഷ്ണതയോടെ പങ്കെടുത്ത് കർത്താവിൽ നിന്ന് കൃപ സ്വീകരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുക. മുട്ടുകുത്തി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. കർത്താവേ, അനുഗ്രഹിക്കണമേ, ഈ മാധ്യമ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. ഷിക്കൻ ന്യൂസിന്റെ മേലും കൃപ ചൊരിയണമേ. സാമ്പത്തികമായ ആവശ്യങ്ങൾ, ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, കർത്താവെ അവിടെയെല്ലാം നീ ഞങ്ങളെ കാക്കണമേ. ഒപ്പം ഇതുപോലുള്ള മറ്റു മാധ്യമ ശുശ്രൂഷകളെല്ലാം കർത്താവ് നീ അനുഗ്രഹിക്കണമേ. ശാലോമിന് വേണ്ടി, ഗുഡ്നസിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. സഭയെ ശക്തിപ്പെടുത്തണമേ. കരങ്ങൾ കോപ്പി ശിരസ്സ് നമിച്ച് നമ്മുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ഈശോയെ കൃപ ചൊരിയണമേ, വർഷിക്കണമേ, അഭിഷേകം നൽകണമേ. ഈശോയെ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വിലാപം ആചരിച്ച് അനുതാപ ഹൃദയത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവേ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. അനർത്ഥങ്ങളെ, തകർച്ചകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.